ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഇന്നൊരു ഒഴിവ് ദിവസമാണ്, ഒഴിവാക്കിയ ദിവസമാണ്. അപ്പോൾ പിന്നെ ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതിന് പണ്ട് നമ്മൾ ഹണി പ്ലം സ്വീറ്റ് എന്നപ്പോൾ ഇതിൻ്റെ പേരില്ലേ. നല്ല ടേസ്റ്റാണ്, നല്ല കുഴപ്പമില്ല. ഇതിങ്ങനെ മുമ്പൊക്കെ നമ്മളിത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് കഴിച്ചിരുന്നു. പിന്നെ ചേർന്ന് നിന്നാലേ എല്ലാവരും കാണാൻ പറ്റുള്ളൂ. രോഹിത്തുണ്ട്, റിത്തുണ്ട്, രാമുണ്ട്. എല്ലാവരുടെ കയ്യിലും 2 വീതം പുളിയച്ചാർ കൊടുത്തിട്ടുണ്ട്. വയറെന്താവും എന്നറിയില്ല. അപ്പോൾ ആരോ എവിടുന്ന് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഉണ്ടോ? രാമ, നമ്മളിവിടെ നിർത്തിയത് ഈ പുളിയച്ചാറിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ്. അത് എല്ലാവരും പറയും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെ. പക്ഷെ ഇതിനൊരു പ്രത്യേക നല്ല രുചിയാണ്. അതിന് ഒരു ഗൃഹാതുരത്വം, പഴയകാല പിന്നെ കുട്ടിക്കാല ഓർമ്മ വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങളിത് എന്തായാലും ഇപ്പോൾ പറയും അതങ്ങനെ കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. എനിക്ക് പൊതുവെ വയറിന് കുറച്ച് പ്രശ്നമുണ്ട്. വയറിന് കുറച്ച് ഗ്യാസും പിന്നെ പ്രശ്നമൊക്കെ പെട്ടെന്ന് ഇതാണ്, എന്താ പറയുക, റിയാക്ട് ചെയ്യണ വയറാണ് എൻ്റെത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കുറേ കാലമായി ഇപ്പോൾ ഇത് കഴിച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ തൃത്താലക്കൊപ്പത്ത് അങ്ങാടിക്ക് പോയി. അപ്പോൾ പോയത് എന്തിനാണെന്ന് വെച്ചാൽ ഉണക്കമീൻ വാങ്ങാൻ പോയതാണ്. ഉണക്കമീൻ വാങ്ങി വരുമ്പോൾ ആ കടയിൽ നിന്ന് തന്നെ, ഉണക്കമീൻ വാങ്ങാൻ പോയ കടയിൽ നിന്ന് നല്ല സ്വയംഭൻ ഉണക്കസ്രാവിൻ്റെ ചെറിയ പീസ് കിട്ടിയിട്ടുണ്ട്. വലിയ സൈസൊന്നും ഇല്ലാതെ നല്ലത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ വാഷിംഗ് സോപ്പ്, മറ്റേ പാത്രം കഴുകുന്ന സോപ്പ്, അതുപോലെ ഒരു പാക്കറ്റ് പാല്. പിന്നെ ഞാൻ ഇവന്മാർ എപ്പോൾ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴും എന്തെങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കും ഇവർ, ഈ 3 ആൾക്കാർ. ഏട്ടനും അതെ കേട്ടോ, ഏട്ടൻ സ്കൂളിൽ പോയതാണ്. ഞങ്ങൾ നാലാളൊന്നും ഇവിടെ നിന്നു. കാരണം എന്താ വെച്ചാൽ റിത്തുവിന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് ഇവർ 2 പേരും പോയില്ല. അതാണ് അതിൻ്റെ സത്യം. അങ്ങനെ ഇടയ്ക്ക് ലീവാക്കിപ്പിക്കും വേണ്ടേ. ഞാൻ ഇവിടെ എനിക്കിങ്ങനെ ഈ ഗ്യാസും പ്രശ്നമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കമ്പനിക്ക് ആൾ വേണ്ടേ. കണ്ടോ, അവൻ കൊട്ടുന്നതിൻ്റെ വയറിന് ഒന്ന് കൂട്ടിക്ക. കണ്ടോ, ഭയങ്കര ബും ബും ബും. ചെണ്ട പോലെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പുല്ല് അരിയാൻ പോയ ആ മാമ ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാവം, പുല്ലൊക്കെ ഏറ്റിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഇവരുടെ ചെസ് കളിക്കുന്ന സമയത്ത് പോയ മാമേന അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ വീഡിയോയിൽ സജീവമാവട്ടോ. അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ട്, ഇങ്ങോട്ട് വരുമ്പോഴും ഉണ്ട്. ഇവരെ വീഡിയോയിൽ യൂട്യൂബ് ചാനലിൽ ഇപ്പം നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ പോണ വീഡിയോ ഉണ്ട്, വരുന്ന വീഡിയോ ആയി. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ സാധനം കഴിക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ഒരു വീഡിയോ ആണോ? ഒരു കാര്യം പറയാണ്ട്, ഞാനേ ഇന്ന് ചെട്ടാരുടെ കടയിൽ പോയിട്ട് ബബിൾക്കം വാങ്ങിച്ചു കേട്ടോ. ആദ്യത്തെ ഒരു സോപ്പ് ബബിൾക്കം കഴിച്ചു. അതിനുശേഷം രണ്ടാമത്തെ കുട്ടിച്ച് നോക്കുമ്പോണ്ട് പാക്കറ്റിനുള്ള 2 ബബിൾക്കം. അതിലൊക്കെ കേട്ടോ എനിക്ക് വേറെ 2 ആളോടും ചോദിച്ചു. അല്ല, അങ്ങനെ സംശയമൊന്നുമില്ല. നമ്മൾ അന്നൊന്നും ആർക്കും സംശയമൊന്നുമില്ല. ഈ പറയുന്നതൊക്കെ സത്യം തന്നെ. സത്യസന്ധനായിട്ടുള്ള കുട്ടികളാണ് നിങ്ങളൊക്കെ. സത്യസന്ധര. വല്ലപ്പോഴും വല്ല നുണയും പറയുന്നേ ഉള്ളൂ. ഹോണസ്റ്റ്. അതെ. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഒന്ന് വാങ്ങിയിട്ടൊക്കെ ഒന്ന് കഴിക്കണം. ഇത് കഴിക്കണം. നമ്മൾ അതുമാതിരി വിനാഗിരിയിലിട്ട ഉള്ളി അച്ചാറുണ്ടായിരുന്നു പണ്ട്. ഉള്ളിയച്ചാർ, മാങ്ങച്ചാർ, നാരങ്ങ കഴിച്ചിട്ടുണ്ട് നിങ്ങൾ? വിനാഗിരിട്ട നല്ല മഞ്ഞ കളറിൽ അച്ചാറിൻ്റെ ചട്ട കണ്ടിട്ടുണ്ട് നിങ്ങൾ? അച്ചാറിൻ്റെ കൂടെ. അപ്പോൾ അതിൽ പിന്നെ അയിമ തൂക്കിയിട്ടുള്ള നല്ല ഉള്ളിയച്ചാറുണ്ടായിരുന്നു പണ്ട്. ഞാൻ വളാഞ്ചേരി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു കുഞ്ഞാവാക്ക ഉണ്ടായിരുന്നു. പാവം മരിച്ചുപോയി. കുഞ്ഞാവാക്കൻ്റെ കടയിൽ എത്രാമത്തേന്ന്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ആ ഉള്ളിയച്ചാറ്, അതുമാതിരി തന്നെ ഈ കടിച്ചാപ്പറച്ചി എന്ന് പറയും, പല്ലുവെട്ടി മിഠായി, അതുപോലെ ജോക്കര അല്ലേ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ തേൻ മിഠായി, തേൻനിലാവ്, പിന്നെ
ജാമൊക്കെ പോന്നിട്ടുള്ളൂ കാരണം അതൊന്നും അന്ന് ഇമ്പിലി മിഠായി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ ഇത് കഴിക്കുന്നുണ്ട്. ഇത് കഴിച്ചാൽ അങ്ങനെ വലിയ സാരല്ല, വെറുതെ കഴിക്കുന്നുണ്ട്. അപ്പൊ പറ്റുന്നത് ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെയും അനുഭവങ്ങളൊക്കെ ആവാം. അടുത്ത ഞങ്ങൾ വേറെ എന്തെങ്കിലും ഇതുപോലുള്ള നേരം പോക്ക് വീഡിയോകളുമായിട്ട് വീണ്ടും ആദ്യമായിട്ട് പാപ്പ ആൻഡ് പാപ്പുവിനെ 1.1K എത്തിച്ച നിങ്ങളോടുള്ള നന്ദി കടപ്പാട് അല്ലേ. ഞങ്ങൾ ഇന്നലെ 4 മണിക്കല്ലേ കണ്ണാ അതിട്ടത്. വാവ സ്കൂള് വിട്ട് വന്നിട്ട് ഓരോരുത്തരും അവിടെ വീട്ടിലേക്ക് പോയി. അവരെ കിട്ടിയില്ല, അവർ പോയി ഫ്രഷപ്പ് ആവാൻ പോയി. അപ്പം ഞാനും പാപ്പും കൂടി ഇട്ട ഒരു വീഡിയോ ദൈവമേ ഇന്ന് രാവിലേക്ക് അതിന് ആദ്യമായിട്ടോ ഞങ്ങളുടെ ഒരു ചാനലിന് ഇത്ര പിന്നെ വ്യൂവേഴ്സ് കിട്ടുന്നത്. അതിന് നന്ദിയും കടപ്പാടും എല്ലാവരോടും അറിയിക്കണം. ഞങ്ങൾ കുഞ്ഞു നമ്മളല്ലേ നമ്മളെ ടീമാപ്പോൾ ഇപ്പോൾ ഏകദേശം 700-ൻ്റെ അടുത്ത് അല്ല നമുക്ക് മൊത്തം സബ്സ്ക്രൈബേഴ്സ് 300-ന് മേലെയില്ലേ, 400-ൻ്റെ അടുത്തെത്താറായി. അത്രയും ആളുകൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ കൂടെ ഉണ്ടതാണ്. ഇത് പിന്നെ കൂവപ്പൊടി നേരെയൊക്കെ പോകുന്നത് വൈഫിൻ്റെ അമ്മയാണ്, ഭയങ്കര പാചകരാജ്ഞിയാണ്. ഇപ്പോൾ ഉണക്കമീൻ തിരുവാതിര നോമ്പെടുത്തിട്ട് ഉള്ള ആളാണ്. പക്ഷേ ഉണക്കമീൻ പൊരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആ ഒരു 1145 വ്യൂവേഴ്സാണ് ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ പാപ്പു ആൻഡ് പാപ്പയ്ക്ക്. അതിന് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയും. നമ്മുടെ ടീം അംഗങ്ങൾ നമ്മളൊരു ടീമാണ്. ARB വേൾഡ് ബീച്ച് മാസ്റ്റർ അല്ലെങ്കിൽ അച്ചുരാമ ഡ്രീംസ് എന്ന ഈ ചാനലിൻ്റെ ഒരു ടീം. ആ ടീമിലേക്ക് ഇങ്ങനെ പുതിയ അല്ലേ ഈ അംഗങ്ങൾ വരുന്നു. വലിയ സന്തോഷം കേട്ടോ. പരമാവധി ആളുകൾ ഞങ്ങൾ തന്നെ ലൈക്കും അല്ലേ പറയടാ, നിങ്ങളല്ലേ പറയേണ്ടത്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം, ഷെയറും ചെയ്തോളൂ. കൂവപ്പൊടി അവിടെ നേരെ വെക്കുന്നുണ്ട്. ഈ കൂവപ്പൊടി കൊണ്ടിട്ടൊരു ഒരു നല്ല അടിപൊളി ഇന്നലെ വൈകുന്നേരം നല്ലൊരു അല്ലേ ഇവിടെ ഒരു പായസം പോലെ ഞങ്ങൾ കഴിച്ചു. അത് ഉണ്ടാക്കുന്നൊരു വീഡിയോ അമ്മയുടെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഞങ്ങൾ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അത് തൽക്കാലം അപ്പൊ എല്ലാവരും ഒരുമിച്ച് ഇതാ വായിൽ ഇത് കടിച്ചിട്ട് പോയി പറയും.